വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. ആഴ്സണൽ വേഴ്സസ് റയൽ മാഡ്രിഡ് ഇന്ന് രാത്രി എമിറേറ്റ്സിലാണ് ഈ ഒരു മെഗാ ക്ലാഷിൻ്റെ ഫസ്റ്റ് ലെഗ് പോരാട്ടം നടക്കുന്നത്. ഇപ്പോൾ ഈ ഒരു മത്സരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നേ വരെ ആഴ്സണലിനെ ഒരു കോമ്പറ്റീറ്റീവ് മത്സരത്തിൽ റയൽ മാഡ്രിഡ് തോൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഇവർ തമ്മിൽ 2 മത്സരങ്ങളാണ് നടന്നിട്ടുള്ളൂ. അത് 2006 ഇതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് നോക്കൗട്ട് ഫിക്സ്ചറിൽ ഫസ്റ്റ് ലെഗിൽ ബെർണബൂവിൽ പോയി ആഴ്സണൽ വിജയം സ്വന്തമാക്കി. അപ്പോൾ അന്ന് തിയറി ഓൺറിയുടെ ഒരു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പൊക്കെ ഇന്ന് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഇൻസ്റ്റാ പേജിലൊക്കെ കണ്ടിരുന്നു. അതൊരു നല്ല സംഭവമാണ്. അതിനുശേഷം പിന്നെ നടന്ന സെക്കൻഡ് ലെഗ് മത്സരത്തിൽ അത് ഹോം മത്സരമായിരുന്നു. ഹൈബറിയിലായിരുന്നു അന്ന് മത്സരം നടന്നത്. എമിറേറ്റ്സ് സ്റ്റേഡിയം അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഹൈബറിയിൽ നടന്ന മത്സരത്തിൽ 0-0 ആഴ്സണൽ ഡ്രോ പിടിച്ചു. അപ്പോൾ അങ്ങനെ ആ 2 മത്സരങ്ങളും ആഴ്സണലിന് അനുകൂലമായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇതുവരെ ആഴ്സണലിന് റയൽ മാഡ്രിഡ് ഒരു കോമ്പറ്റീറ്റീവ് മത്സരത്തിൽ തോൽപ്പിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു ഫിക്സ്ചറും കൂടിയും ആഴ്സണലിന് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നെഞ്ചം പിരിച്ച് പറയാൻ റയൽ മാഡ്രിഡിന് ഇതുവരെ അവരെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും ഈ ഒരു മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ടീമുകളെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ്. ഇപ്പോൾ റയൽ മാഡ്രിഡിനെ പറ്റി പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അവർ കളിക്കുന്നത് തന്നെ ചാമ്പ്യൻസ് ലീഗിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ആഴ്സണലാണെങ്കിലും അവരെ സംബന്ധിച്ച് ഇപ്പോൾ വേറെ കോമ്പറ്റീഷനുകളിൽ നിന്നൊക്കെ അവർ പുറത്തു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ലീഗ് മാത്രമാണ് റിയലിസ്റ്റിക്കൽ ഒരു പോസിബിലിറ്റി ഉള്ളൂ. ഇപ്പോൾ പ്രീമിയർ ലീഗിലെ കാര്യത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ അത് 90% ലിവർപൂളിനുള്ളതാണെങ്കിൽ വല്ല മിറാക്കിളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഔട്ട്സൈഡ് ചാൻസ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് മാത്രമേ ആഴ്സണലിന് അവിടെ ചാൻസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഴ്സണലിനെ സംബന്ധിച്ച് ഈ ഒരു മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആദ്യമായിട്ടൊരു യൂറോപ്യൻ ട്രോഫി നേടുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി വെച്ചിട്ടാണ് അവർ ഈ ഒരു കളിയിലേക്ക് ഇറങ്ങുന്നത്. അതുപോലെ ഈ 2 ടീമുകളും നമുക്കറിയാം 2ാം സ്ഥാനത്താണ് അവരവരുടേതായ ലീഗിൽ നിൽക്കുന്നത്. ഇപ്പോൾ റീസെൻറ്റ് ഫോമും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 2 ടീമുകളും ഇപ്പോൾ എവർട്ടണായിട്ടാണ് ഡ്രോ പിടിച്ചിട്ടാണ് ആഴ്സണൽ ഈ മത്സരത്തിലേക്ക് വരുന്നത്. അവിടെ പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. അതുപോലെ തന്നെ വലൻസിയായിട്ട് 2-1 ആ ഒരു മത്സരത്തിൽ തോറ്റിരുന്നു. അപ്പോൾ അവിടെയും പോയിന്റ് റയൽ മാഡ്രിഡ് ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഈ 2 ടീമുകളുടെ ലാസ്റ്റ് ചാമ്പ്യൻസ് ലീഗ് പെർഫോമൻസിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ആഴ്സണൽ വലിയൊരു വിജയത്തിന് ശേഷമാണ് ഈ ഒരു കളിയിലേക്ക് വരുന്നത്. PSVനെ 9-1 എന്നുള്ള അഗ്രഗേറ്റ് സ്കോറിൽ വലിയ മാർജിനിൽ തോൽപ്പിച്ചിട്ടാണ് അവർ ഈ മത്സരത്തിലേക്ക് വരുന്നത്. അതേസമയം തന്നെ അത്ലറ്റിക്കോ ആയിട്ട് പെനാൽറ്റി വരെ പോയി കഷ്ടപ്പെട്ട് ജയിച്ചിട്ടാണ് ഈ ഒരു കളിയിലേക്ക് റയൽ വരുന്നത്. ഇപ്പോൾ റയലിൻ്റെ റീസെൻറ്റ് ഫോമിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഒത്തിരി ഗോളുകൾ വഴങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ 3 മത്സരങ്ങളിലേക്ക് നോക്കിയാൽ പോലും ഇപ്പോൾ ലഗാനസായിട്ട് 2 ഗോൾ വഴങ്ങിയിരുന്നു. അതുപോലെ തന്നെ റയൽ സോസിഡാഡായിട്ട് 4 ഗോൾ വഴങ്ങിയിരുന്നു. അതുപോലെ തന്നെ വലൻസിയായിട്ട് 2 ഗോൾ വഴങ്ങിയിരുന്നു. ഇപ്പോൾ വലൻസിയായിട്ടുള്ള മത്സരത്തിൽ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി റയലിനുണ്ടായിരുന്നതാണ്, പക്ഷേ അത് അവർ മുതലാക്കിയില്ല. അതുപോലെ തന്നെ ഒരു സെറ്റ് പീസ് ഗോളും കൺസീഡ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ഒരു കളിയിലേക്ക് ഒന്നും പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ ആഴ്സണലിൻ്റെ സെറ്റ് പീസ് സ്പെഷ്യാലിറ്റീനെ പറ്റി. അവർ സെറ്റ് പീസ് രാജാക്കന്മാരാണ്. ഇപ്പോൾ നിലവിലെ യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റുകളാണ്. പക്ഷേ അവർക്കൊരു തിരിച്ചടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ ഏറ്റവും വലിയൊരു സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് ഗബ്രിയേലായിരുന്നു. ഇപ്പോൾ ഗബ്രിയേലിന് ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഗബ്രിയേലില്ല. അതുപോലെ തന്നെ വേറെയും കുറേ ഇഞ്ചുറികളുണ്ട്. കൈ ഹാവർട്സ്, കാലഫിയോറി, ജെസൂസ്, തോമിയാസു. അപ്പോൾ അങ്ങനെ കുറച്ചധികം ഇഞ്ചുറി പ്രശ്നങ്ങൾ ആഴ്സണലിനെ നോക്കിക്കഴിയുമ്പോൾ അതുപോലെ തന്നെ സ്റ്റെർലിംഗ് സസ്പെൻഡഡ് ആണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ആഴ്സണലിനുണ്ട്. എന്നിരുന്നാൽ പോലും ആഴ്സണൽ ഈ ഒരു കളീനെ ഡിഫെൻസീവായിട്ട് അപ്രോച്ച് ചെയ്ത് ഈ പറയുന്ന പോലെ സെറ്റ് പീസിൽ നിന്ന് തന്നെ അവർ മുതലെടുക്കാനായിരിക്കും ശ്രമിക്കുക. അപ്പോൾ വലിയ ടീമുകൾക്കെതിരെ കളി വരുമ്പോൾ ആഴ്സണലിൻ്റെ കളി കാണുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നൊരു സംഗതി അതാണ്. ആഴ്സണൽ പല സമയത്തും ചിലപ്പോൾ ഭയങ്കര ഡിഫെൻസീവായിട്ട് കളിച്ചെന്ന് വരാം. അപ്പോൾ ഈ ഒരു കളിയിലേക്ക് വന്ന് കഴിയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കാൻ പോകുന്ന എംബാപ്പെ, വിനീഷ്യസ് ഇങ്ങനെയുള്ള ലോകോത്തര അറ്റാക്കേഴ്സാണ്. അപ്പോൾ അവർക്കെതിരെ ഒരു ഡിഫെൻസീവ് സ്റ്റൈലിലായിരിക്കും അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവറോൾ ഈ ഗെയിം ഒരു KG ഗെയിമായിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഭയങ്കര ഒരു എൻഡ് ടു എൻഡ് അറ്റാക്കിംഗ് ഫുട്ബോളൊക്കെ കാണാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതുപോലെ തന്നെ റയലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റയലിനാണെങ്കിൽ ഈ പറയുന്ന പോലെ ഇഞ്ചുറി ഇഷ്യൂസൊക്കെ ഉണ്ട്. ഈ കളിയിലേക്ക് നോക്കി കഴിയുമ്പോൾ കാർവഹാലില്ല, മിലിറ്റാവും ഇല്ല, സബായോസും മെൻഡിൻ്റെ കാര്യം സംശയമാണ്. അതുപോലെ തന്നെ ചുവമേനി സസ്പെൻഡഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ റയലിനുണ്ട്. അപ്പോൾ ഈ 2 ടീമുകൾക്കും ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ സ്ക്വാഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഏറെക്കുറെ ഈക്വലാണെന്നുള്ളതാണ്. അപ്പോൾ ആഴ്സണലിനെ സംബന്ധിച്ച് അവർക്കൊരു നല്ല സ്ട്രൈക്കർ ഇല്ല എന്നുള്ളതാണ്. മെറീനോ ഒക്കെയാണ് സ്ട്രൈക്കറായിട്ട് കളിക്കുന്നത്. ഇപ്പോൾ ആഴ്സണലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ അവർക്കാണ് ഈ സീസണിലെ ചാമ്പ്യൻസ് ലീഗ് ഏറ്റവും മികച്ച ഡിഫെൻസീവ് റെക്കോർഡുള്ളത്. ലോവസ്റ്റ് എക്സ്പെക്റ്റഡ് ഗോൾ അഗെയിൻസ്റ്റ് അവരുടെയാണ്. 0.88 ആണ് അവരുടെ എക്സ്പെക്റ്റഡ് ഗോൾ അഗെയിൻസ്റ്റ്. അപ്പോൾ അങ്ങനെ ഗോൾ അടിക്കുക എന്ന് പറഞ്ഞാൽ ആഴ്സണലിനെതിരെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിനീഷ്യസ്, എംബാപ്പയൊക്കെ എങ്ങനെയാണ് അൺലോക്ക് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്തായാലും സാക്കയുടെ തിരിച്ചുവരവ് ആഴ്സണലിനൊരു ബൂസ്റ്റാണ്. അതുപോലെ തന്നെ
ഒഡിഗാർഡ് അഗെയിൻസ്റ്റ് ഹിസ് ഫോർമർ ക്ലബ് എന്നുള്ളതും ഈ ഒരു മത്സരത്തിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. അപ്പം എന്തായാലും എൻ്റെ ഒരു പ്രഡിക്ഷൻ പറയുകയാണെങ്കിൽ ഇതൊരു ഡ്രോയിൽ കലാശിക്കാൻ സാധ്യതയുള്ളൊരു മത്സരമാണെന്നാണ് തോന്നുന്നത്. അതുപോലെ സെക്കൻഡ് ലെഗ് ബെർണബൂലാണ് അഡ്വാൻറ്റേജ് ടു റയൽ മാഡ്രിഡ്. ഇവിടെ ഇൻ കേസ് റയൽ തോറ്റാൽ പോലും സെക്കൻഡ് ലെഗിലെ ബെർണബൂ ഫാക്ടർ എന്ന് പറയുന്ന സംഗതി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളിലെല്ലാം കമൻ്റായിട്ട് ഇടുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.